ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. സോ കുറച്ച് പേര് ചോദിച്ചു ഡെയിലി വ്ളോഗ് ഇട്ടൂടെ കുഞ്ഞായിട്ട്. സോ ഐ തോട്ട് വൈ നോട്ട്, ചുമ്മാ ട്രയൽ ചെയ്യാമെന്ന്. സോ ദിസ് ഈസ് മൺഡേ. ഇന്ന് മൺഡേ ആണ്. ഇപ്പം ഞാനൊരു കുറച്ച് നാളായിട്ട് നേരത്തെ എണീറ്റ് എന്താ പറയുക, പേഴ്സണൽ ഇഷ്ടങ്ങൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ആസ് എൻ വിളക്കെത്തിച്ച് ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി ഒക്കെ ചെയ്യുമ്പോൾ ഇപ്പം റൈറ്റ് നൗ ഐ എം ഇൻ എ ട്രാൻസിഷൻ ഫോർ എ ജോബ്. അപ്പോൾ കുറച്ച് ടൈമുണ്ട് എനിക്ക്. ഞാനിപ്പോൾ ഫ്രീലാൻസിൽ ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ഐ ഹാവ് എ ലോട്ട് ഓഫ് ടൈം റൈറ്റ് നൗ. അറ്റ് ദ സെയിം ടൈം ഐ എം അപ്ലൈയിങ് ഫോർ അതർ ജോബ്സ് ആസ് വെൽ. ഞാൻ വേറെ ജോലിക്കൊക്കെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് തുടങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നു. സോ എനിക്ക് ബേസിക്കലി ഐ സ്പെൻഡ് എ ലോട്ട് ഓഫ് ടൈം വിത്ത് മൈ സെൽഫ്. സോ ഞാൻ കരുതി കുട്ടി വ്ളോഗായിട്ട് ഇപ്പോൾ ഇടാമെന്ന്. സോ ഇത് ഞങ്ങളുടെ ഒരു സിമ്പിൾ മോർണിംഗ്, സിമ്പിൾ മൺഡേ മോർണിംഗ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഫസ്റ്റ് തന്നെ നമുക്ക് ചായ കുടിക്കാം. ഇപ്പം ഏകദേശം ഒരു 8 മണിയൊക്കെ ആകാറായി. സോ ഇപ്പോൾ പെട്ടെന്നൊരു ക്വിക്കായിട്ട് നമുക്ക് ചായ. രാവിലെ ചപ്പാത്തിയും, ഇന്നലെ അവൻ സോയ വേണമെന്ന് പറഞ്ഞപ്പം കുറച്ച് സോയ കറിയും കൂടെ ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ രാവിലെ കഴിക്കുന്ന കണക്കാണ്. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചത് മാത്രം നമ്മൾ പെട്ടെന്ന് കഴിച്ചിട്ട് പോകും. കൂടുതലും പാക്ക് ചെയ്ത് കൊടുത്തു വിടും. സോ ഓഫീസിൽ പോയിട്ട് സമാധാനമായിട്ട് കഴിക്കാൻ പറ്റും. സോ ഇപ്പം നമുക്ക് ചായ ഉണ്ടാക്കാം. ക്യാമറയിലല്ല ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്, ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഫോണിൽ വീഡിയോ എടുത്തിട്ട് കുറച്ചായിരിക്കുന്നു. സോ ബെയർ വിത്ത് മീ. ഞാനിങ്ങനെ എങ്ങനെയൊക്കെ ഇങ്ങ് എടുക്കാം കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന തേയില വെറും സാധാ തേയില ഉണ്ടല്ലോ. പക്ഷെ ഞങ്ങൾ ഇടയ്ക്ക് ഏതായിരുന്നു ഒരു ഗോൾഡ് സംതിങ് മസാല ചായയുടെ തേയില വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ഒരു 3-4 മാസം അത് തന്നെ കുടിച്ച് ഇപ്പം സാധാ ഒരു ചായ കുടിക്കുമ്പോൾ ഇപ്പോൾ ജീവനില്ലാത്ത കണക്കാണ് ഫീൽ ചെയ്യുന്നത് ആ ചായക്ക്. അപ്പോൾ എന്തായാലും ഈ തേയില തീർത്തിട്ട് ഞങ്ങളിനി അടുത്ത തേയില വാങ്ങുന്നുള്ളൂ. ഇതറിയാതെ വാങ്ങിച്ചു പോയതാണ്. ഇതേപോലെ നല്ല തേയില, നല്ല മസാല ചായക്കുള്ള തേയില എന്തെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. നമുക്കിനി കുറച്ച് മാവ് കുഴയ്ക്കാം ഫോർ ചപ്പാത്തി. ഞാൻ എൻ്റെ മുടി ഒന്ന് കെട്ടി വയ്ക്കട്ടെ. ചായ ഈസ് ഗെറ്റിംഗ് റെഡി. സോ ഇൻ 5 സെക്കൻഡ്സ് ചായ സെറ്റാകും. കുഞ്ഞു വാവയ്ക്ക് ചായ റെഡി. ആവേ ചുക്കുടു മോനെ ചായ വേണേ. അച്ചടക്ക് റിവേഴ്സിൽ പോട്ടെ. ഞാൻ ഡെയിലി വ്ളോഗ് തുടങ്ങി. ഐ എം ഗോയിങ് ടു ടേക്ക് ഡെയിലി വ്ളോഗ് audience താല്പര്യപ്രകാരം. So you will be a part of my daily vlog.
ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ഞാൻ ഇടും. എന്നെ കുഞ്ഞുമോൻ എണീറ്റു. ഷീറ്റ് ഇരിക്കുകയാണ്. രാവിലെ എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ ആദ്യമേ ഉറക്കം കഴിഞ്ഞാൽ അല്ല, ഓക്കെ, ആഫ്റ്റർ ദാറ്റ് യു സെറ്റ് യുവർ ബെഡ്. சொல்லுமா, you have to set your എന്നിട്ട് ജനലൊക്കെ തുറന്ന് വെളിച്ചം വരുത്തണം. തമാശക്കാരനാ. എൻ്റെ ഒരു കൂട്ടുകാരനുമായിട്ട് പെട്ടെന്ന് സംസാരിക്കാൻ പോയി. അതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ഷൂട്ട് ചെയ്തില്ല. ആളുടെ വെഡിങ് ആയിരുന്നു. ഞങ്ങൾക്ക് പക്ഷെ നാട്ടിൽ പോകാൻ പറ്റിയില്ല. ബാംഗ്ലൂർ നിൽക്കുന്ന പലർക്കും അറിയാം, നമ്മൾ വിചാരിക്കുമ്പോൾ ഒന്നും നാട്ടിൽ പോകാൻ പറ്റില്ല. വിചാരിക്കാത്തവർക്ക് നാട്ടിൽ പോകാനുള്ള സിറ്റുവേഷൻ വരും. പിന്നെ നമ്മൾ തിരിച്ചെങ്ങനെയും ഓടി വരാൻ നോക്കും. പക്ഷെ വിചാരിക്കുമ്പോൾ ഒന്നും നാട്ടിൽ പോകാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ നമുക്ക് ഫണ്ട് കറക്റ്റായിട്ട് വരത്തില്ല, അല്ലെങ്കിൽ ലീവ് അപ്രൂവൽ വരത്തില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ. പക്ഷേ സോയ ഉണ്ടാക്കാൻ പോവാണ്. സോയ എടുത്ത് വെച്ചു. ഇനി നമ്മുടെ ചപ്പാത്തി ഇങ്ങനെ പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ചപ്പാത്തി എടുത്ത് പെട്ടെന്ന് ഉണ്ടാക്കാം. ആള് ലേറ്റായിട്ട് എണീക്കുകയാണെങ്കിലും പെട്ടെന്ന് രാവിലെ തന്നെ ഓഫീസിൽ പോവും. ലേറ്റായിട്ട് എണീക്കുന്നത് എന്താ വെച്ചാൽ സൺഡേസും വർക്ക് ചെയ്യാറുണ്ട് ഇപ്പോൾ ഉള്ള സ്ഥലത്ത്. സോ സൺഡേസ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് ടയേർഡായിരിക്കും മോസ്റ്റ്ലി. സോ മിക്ക ദിവസം രാവിലെ ടയേർഡായിരിക്കും. ഓഫീസിൽ നിന്ന് ലേറ്റായിട്ടാണ് വരണേ. ഓഫീസിൽ നിന്ന് ലേറ്റായിട്ട് വരുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി നമുക്ക് ഇത്രയും നേരം ഒരു ഉറക്കം വേണമല്ലോ. എന്തെങ്കിലുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് ടി വി ഒക്കെ കണ്ട് എപ്പോഴും ഇങ്ങനെ നമ്മൾ എന്താ പറയുക മെഷീൻ പോലെ ഓടിക്കൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. അപ്പോൾ ഇടയ്ക്ക് അവന് കിട്ടുന്ന ടൈമിൽ ഹി എൻജോയ്സ് ദ ടൈം. യാ ചപ്പാത്തി ചുടുന്നു. നമ്മുടെ സോയ ചൂടുവെള്ളത്തിയിട്ട് എന്താ ഇതിന് പറയാ, ചൂടുവെള്ളത്തിയിട്ടിട്ട് നമ്മൾ ചൂടുവെള്ളത്തിയിട്ടിട്ടാണല്ലോ എടുക്കുന്നത്. അത് ചെയ്യാം. സോ രാവിലെ കറി ഉണ്ടാക്കുമ്പോൾ ഐ യൂസ് ദിസ് തിങ്, നമുക്ക് അരിയാനൊക്കെ എളുപ്പത്തിൽ. സോ ഇതിർത്ത് ഇണ്ടത്തിടുന്നു, അരിയുന്നു, ഖലാസ്. പിന്നെ പെട്ടെന്ന് വേവിച്ചെടുത്താൽ മതിയല്ലോ. അതാ വെരി നാച്ചുറൽ. ഞാൻ മസാല ഇട്ടിട്ട് ആദ്യമേ നമ്മുടെ സോയിലൊന്നിങ്ങനെ പെരട്ടിയെടുക്കും. എന്നിട്ട് അതൊരു ചെറിയ എന്താ പറയുക, ചൂടുള്ള ഇതിൽ എണ്ണയിൽ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുമ്പോൾ ആ മസാല ഒന്ന് പിടിക്കും.
ഒരു ക്യാപ്സിക്കം ഇരിപ്പുണ്ട്. മിനിഞ്ഞാന്ന് വാങ്ങിച്ചതാണ്, അല്ല മിനിഞ്ഞാന്നേൻ്റെ തലേന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഞാൻ എടുത്തില്ലെങ്കിൽ ഇത് നമ്മൾ ഒന്നിനും യൂസ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ക്യാപ്സിക്കം ഒക്കെ ഇട്ടിട്ടുള്ള ഒരു എന്താ പറയുക സോയ കറി സെറ്റ് ചെയ്യാൻ പോകും. ചപ്പാത്തി ഇതിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. സോ എന്താ ഒരു ചപ്പാത്തി കഴിക്കുന്ന ആക്കട്ടെ. കറി എന്നാ ഉണ്ട്, ഫ്രിഡ്ജിൽ തീയലെടുപ്പുണ്ട്. തീയലും കുറച്ച് ചപ്പാത്തിയും തരട്ടെ. ഇപ്പം തീയലും കുറച്ച് ചപ്പാത്തിയും തരട്ടെ. കൊണ്ടുപോകാനുള്ള ചപ്പാത്തി റെഡി. നമ്മുടെ കറി അങ്ങനെ റെഡിയായി. സെമി ഗ്രേവി സംതിങ് സോയ കറി ഈസ് റെഡി. ഒരു എന്താ പറയുക സോസൊക്കെ ഇട്ടിട്ട് സെമി ചൈനീസ് സ്റ്റൈലിലാണ് സെറ്റ് ചെയ്തത്. ഇന്നലത്തെ തീയലും ചപ്പാത്തിയും അല്ല, ഇന്നത്തെ ചപ്പാത്തിയാ. രാവിലെ ഉണ്ടാക്കിയ കറി വേണോ? സോയക്കറി. യു വാണ്ട് സോയക്കറി? ബൈ 3 ചപ്പാത്തി ഉണ്ട്, എങ്ങനെ കഴിക്കും? ബൈ. അപ്പോ ബൈ. ഒരു ഉമ്മ കൊടുക്ക് ക്യാമറയ്ക്ക്. കൊടുക്ക് ഒരു ഉമ്മതാ. കൊടുക്ക് ഉമ്മ കൊടുക്ക്. നല്ല ചൂടുണ്ട്, അയ്യോ സഹിക്കണില്ല. ഈ പുറത്തൊക്കെ ജോലി ചെയ്യുന്നവർ എന്ന് വെച്ചാൽ ഈ റോഡിൽ കൺസ്ട്രക്ഷൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെ സമ്മതിക്കണം. ഞാനിപ്പോൾ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റി മുടിയെല്ലാം പൊക്കി കെട്ടി നമ്മൾ നടക്കാൻ പോവാണ്. ഇറ്റ്സ് ടു ലേറ്റ് ടു ഗോ ഫോർ എ വാക്ക്, ഐ നോ. പക്ഷേ ഐ ട്രൈ നോട്ട് ടു സ്കിപ്പ് ഇറ്റ്. നല്ല ചൂടും വെയിലും ഒക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൺസ്ക്രീൻ വെച്ചിട്ട് ഓൾവേസ് സ്റ്റേ പ്രൊട്ടക്റ്റഡ്. നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഞങ്ങൾ നിൽക്കുന്നതിൽ ഈ ഏരിയ നല്ല രസമാണ്. ഇറ്റ്സ് ക്ലോസർ ടു ദ പാർക്ക്. അപ്പോൾ ഞാൻ പാർക്കിലാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ചില ദിവസം ഞാൻ വാക്കിംഗ് ഷൂസ് ഇടും, ചില ദിവസം എനിക്ക് ഇഷ്ടമല്ല വാക്കിംഗ് ഷൂസ് ഉള്ളത്. കിട്ടുന്ന ഏതെങ്കിലും ചെരുപ്പ് എടുത്തിടും. ബട്ട് മോസ്റ്റ്ലി ഞാൻ ചെരുപ്പ് പാർക്കിൽ പോയിട്ട് ഊരി വെച്ചിട്ട് ബെയർ ഫുട്ട് നടക്കും പാർക്കിൽ. മണ്ണിൽ അല്ലെങ്കിൽ
ഗ്രാസിൻ്റെ ഇടയിൽ കൂടെ ചെരുപ്പില്ലാതെ നടക്കും. സോ മെയിൻലി ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കൊണ്ട് ചില സമയത്ത് ഞാൻ ചെരുപ്പെടുത്തില്ല, ഐ മീൻ ഷൂസ് എടുത്തില്ല. ഇവിടെ കുറേ പേരുണ്ട് പാർക്കിൽ. ശ്വാസമുണ്ടെന്ന് സുഹൃത്തുക്കളെ അയ്യപ്പ. ബട്ട് അല്ല, ബ്യൂട്ടിഫുൾ പാർക്കാണ് ഞങ്ങളുടെ ലൊക്കാലിറ്റിയിലുള്ള. ഈ ഒരു ടൈമിൽ ഓൾമോസ്റ്റ് എല്ലാ ഹൗസ് വൈഫ്സ്, റിട്ടയർ ആയിട്ടുള്ളവർ ഒക്കെ നടക്കാൻ വരുന്ന ടൈമാട്ടോ. ഇവിടെ കമ്മ്യൂണിറ്റി പാർക്സ് ഒരു രാവിലെ 11-11:30 വരെ കാണും. മോസ്റ്റ്ലി തിരക്ക് കുറയുന്നതനുസരിച്ചിട്ട് അവർ അടച്ചിടും. പിന്നെ ഈവനിങ് പിന്നെ തുറക്കും. പക്ഷെ ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. അവിടെ കണ്ടോ, അവിടെ മറ്റേ എക്സസൈസൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളും ഒക്കെ ഉണ്ട്. ഇങ്ങനൊരു പാർക്ക് ഓൾമോസ്റ്റ് എല്ലാം എന്താ പറയുക ഏരിയ ഓഫ് ബാംഗ്ലൂരിൽ കാണും. തിരിച്ച് വീട്ടിലോട്ട് നടക്കുക. നല്ല ചൂട്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ഐ മീൻ കണ്ണും കാണുന്നില്ല. എൻ്റെ കൊച്ചു മോളെ കണ്ടില്ല. ഇവിടെ എവിടെയെങ്കിലും ഇവിടെ ഇല്ല. ഓക്കെ, കുട്ടികളെ ആരെയും കണ്ടില്ല. സോ ഈവനിങ് ബിസ്ക്കറ്റ് കൊടുക്കാൻ വരണം. ഞാനിവിടെ കുറച്ച് പപ്പീസിനെയും എല്ലാ ഡോഗ്സിനെയും ഫുഡൊക്കെ കൊടുത്ത് കുറേ സ്നേഹമൊക്കെ കൊടുത്ത് നോക്കാറുണ്ട്. രാവിലെ മിക്കപ്പോഴും കാണാറില്ല. രാത്രി മൊത്തം കുറച്ച് കിടന്നിട്ട് രാവിലെ ഫുൾ ഉറക്കമായിരിക്കും ടീംസ്. തിരിച്ച് വീട്ടിലെത്തി. ഭയങ്കര ചൂട്. സോ ദിസ് ഈസ് ബേസിക്കലി ഇറ്റ്. ഇതായിരുന്നു ഞങ്ങളുടെ മൺഡേ മോർണിംഗ്, ഇന്നത്തെ മോർണിംഗ്. ഇന്ന് തന്നെ ഞാൻ വ്ളോഗ് ഇടാം. സോ ഐ കീപ് എ ഹാബിറ്റ് ഓഫ് ഷെയറിങ് സംതിങ് ഫ്രം our daily life. Obviously not the whole day, I don't want to do that, but this is basically it. So ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചിലപ്പം വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യായിരിക്കും. ഞാൻ UGC കോണ്ടന്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ഷോർട്സ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ബ്രാൻഡ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഫോട്ടോഗ്രാഫറാണ് ബൈ പ്രൊഫഷൻ. ബൈ പേപ്പേഴ്സ് ഐ എം എ ജേർണലിസ്റ്റ്. അപ്പം കുറച്ച് എന്താ പറയുക, മീഡിയ റിലേറ്റഡ് വർക്ക് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ഇസ് സംതിങ് ദാറ്റ് ഐ റിയലി എൻജോയ് ഡൂയിങ്. അപ്പം ഞാൻ ഡെയിലി ഇപ്പം എനിക്ക് ബ്രാൻഡ് വർക്ക്സും കാര്യങ്ങളും വരുന്നുണ്ട്, പ്രൊമോഷണൽ വർക്ക്സ് കാര്യങ്ങൾ വരുന്നുണ്ട്. സോ ഐ ഡു എ ഹോൾ ബ്രാൻഡ് സ്ട്രാറ്റജി. അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, ചെറിയൊരു സർവീസ് ചാർജ് വെച്ചിട്ട്. സോ ദാറ്റ്സ് മൈ വർക്ക്. അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ചെറിയൊരു വീഡിയോ എടുക്കാനൊരു പ്ലാൻ ഉണ്ട്. സോ അതിന് പോയി കുളിച്ച് വീഡിയോ ഒക്കെ എടുക്കണം. ബട്ട് ഓൾ ദാറ്റ് ഇസ് ഫോർ എ ഡിഫറെൻറ്റ് ഡേ. ഇന്ന് ജസ്റ്റ് മൺഡേ മോർണിംഗ് വിത്ത് യു ഓൾ. സോ ഇനിയും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇഫ് ഐ ഷൂട്ട് ഇൻ ക്യാമറ, ഐ തിങ്ക് എൻ്റെ ക്യാമറയിൽ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കാണാൻ. എന്നെയല്ല, വിഷ്വലി ദ ഹോൾ ലൈക്ക് ഫ്രെയിമിങ്ങും കാര്യങ്ങളും ഒക്കെ. പക്ഷേ ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് ടൈം ടു എഡിറ്റ് ആൻഡ് എവറിത്തിങ്. ഫോണിലാകുമ്പോൾ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാം. ഐ തിങ്ക് ഇഫ് യു ലൈക്ക് എന്താ നിങ്ങൾക്ക് ഇനിയും വ്ളോഗ്സ് കാണണമെങ്കിൽ ഡു ലെറ്റ് മീ നോ. ഐ കീപ് ഷെയറിങ് ഡെയിലി വ്ളോഗ്സ്. കുറച്ച് ഫൺ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. പിന്നെന്താ, നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇഷ്ടമായെങ്കിൽ കൂട്ടുകാരത്തൊക്കെ പറയാം. That's it. Keep supporting, and I am all happy to share my, like life moments and കാര്യങ്ങളും with you all. And I hope this is reaching the right people, because ഞാനിവിടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ വന്ന് നിൽക്കുന്നത് is to like build my network and my community, and so like-minded people എൻ്റെ വീഡിയോസ് കാണും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ ഈ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. സോ ഇഫ് യു ലൈക്ക് ദ വ്ളോഗ്, ഡു ലെറ്റ് മീ നോ. ഞാൻ ഇനി ഓരോ ദിവസം ഓരോ ടൈപ്പ് ഓഫ് വ്ളോഗ്സ് ആയിട്ട് വരാം. സോ ബൈ ബൈ.